നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചു, പലരും വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ ഇട്ടു. ഞാൻ പ്രത്യേകമായി പറയാനുള്ള കാരണം, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ വാട്സപ്പിനകത്ത് നിങ്ങൾ കമന്റുകൾ അറിയിക്കരുത്. അത് നിങ്ങൾക്ക് എന്തൊരു വീഡിയോ ചെയ്യണമെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാം, അത് കമന്റ് ആയിട്ട് വന്ന് ചോദിക്കുക. പലരും വന്ന് വാട്സപ്പിലാണ് ഇന്ന വീഡിയോ ചെയ്യാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും വാട്സപ്പ് വന്നിട്ട് ചോദിക്കാതെ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ടിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏത് വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പം ഇതുപോലെ കമന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഒരു മെയിൻ റോഡിൽ നിന്നും ലെഫ്റ്റ് ടേൺ, അതായത് ലെഫ്റ്റ് പോകണം. കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു വണ്ടി എടുക്കണം. ഇതാണ് റോഡ്. കാരണം ഇവിടെ നമ്മൾ വന്നിട്ട് ആ ലെഫ്റ്റ് കയറണം. ആ ലെഫ്റ്റ് കയറുന്ന സമയത്ത് എവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എത്ര സ്റ്റിയറിംഗ് ഓടിക്കണം, പലർക്കും സംശയമാണ്. കാരണം കൂടുതലായിട്ട് ഓടിക്കുന്നതുകൊണ്ട് ആദ്യമേ അഡ്വാൻസ് ഓടിക്കുന്നത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നുള്ള പേടി, അതുപോലെ തന്നെ ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ വണ്ടി റൈറ്റ് സൈഡിലോട്ട് പോകുന്നു. അപ്പൊ കൃത്യമായിട്ട് എവിടെ വരുമ്പോഴാണ് ഓടിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുകൊണ്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ എടുക്കുക. കാരണം നമുക്കൊരു ഷെയറിംഗ് ആണല്ലോ. പലരും ലൈസൻസ് കയ്യിലടിച്ച് വാഹനം വീട്ടിലുണ്ടായിട്ടും പലരും പേടിച്ചിരിക്കുന്ന പലരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അതായത് ഞാൻ ആദ്യമായി ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം വണ്ടിക്കകത്ത് ഉള്ളിലിരുന്നിട്ടും എത്രയാണ് സ്റ്റിയറിംഗ് തിരിച്ചെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ വീഡിയോ കട്ട് ചെയ്യാതെ തന്നെ കാണുക. വന്നു വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡ് വന്നു അപ്പൊ നമ്മൾ ഇവിടുന്ന് ഈ ലെഫ്റ്റിലോട്ട് കയറുന്നതുകൊണ്ട് നമ്മൾ സ്വല്പം നമ്മൾ വൈഡ് ആക്കി കൊടുക്കണം. ഇങ്ങോട്ട് വൈഡ് ആക്കിയതിനു ശേഷം കണ്ടില്ലേ, നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് കണ്ടോ ഇങ്ങോട്ട് മാറി. കാരണം നമുക്ക് ആ ലെഫ്റ്റ് സൈഡ് കാണുന്നതിനനുസരിച്ച് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. കണ്ടോ, കൃത്യമായിട്ട് കാണുകയും ചെയ്യാം, നമുക്ക് കയറുകയും ചെയ്യാം. അല്ലാതെ നമ്മൾ ആദ്യമേ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചെന്ത് സംഭവിക്കും, ഈ ലെഫ്റ്റ് സൈഡ് കയറിപ്പോയി ലെഫ്റ്റ് സൈഡ് കാണുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം, ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കി കൊടുക്കുക. കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് കയറാം. അപ്പൊ ഇനിയും എത്രയാണ് സ്റ്റിയറിംഗ് ആ കൂട്ടത്തിൽ തിരിച്ചതെന്ന് ഞാൻ വണ്ടിക്കകത്തിരുന്ന് ഇതില്ല. നമ്മൾ ഈ സൈഡ് തന്നെ വരുന്നു. സൈഡിലെ വന്നു വെച്ചാൽ നമുക്ക് ലെഫ്റ്റ് ആണ് കയറേണ്ടത് കൊണ്ട് നമ്മൾ സ്വല്പം എന്ത് ചെയ്തു, റൈറ്റോട്ട് ആക്കി. നിങ്ങൾ സെന്ററിന് അപ്പുറത്തോട്ട് പോരുത്, സ്വല്പം. കാരണം നമുക്ക് ലെഫ്റ്റ് സൈഡ് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് കണ്ടാ ഇങ്ങനെ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഇതേടാ സ്റ്റിയറിംഗ് അങ്ങോട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് കാണുന്നതിനനുസരിച്ച് അങ്ങോട്ട് സൈഡിലൂടെ ഒടിച്ചൊടിച്ചു കൊടുത്തു. കണ്ടില്ലേ, എന്നാലും കൃത്യമായിട്ട് നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലൂടെ കൃത്യമായിട്ട് സൈഡ് തട്ടാതെ തന്നെ, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ അധികം പോകാതെ തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്കിതുപോലെ ലെഫ്റ്റ് ടേൺ ഒക്കെ എടുക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ അതിയായ ആഗ്രഹമാണ്, പേടിയാണ്. അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിനു ശേഷം 1-2 പ്രാക്ടീസിന് പോയതിന് പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 70, 75, 80 വയസ്സുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും പോലും വാഹനം ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തോന്ന് ഓടിച്ചോളാം. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഫ്രണ്ട് കറക്റ്റ് ആയിട്ട് കയറി വരുന്നത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട്, ടയർ എങ്ങനെ തിരിയുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിൽ കൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഈ സൈഡിലൂടെ വന്നു, സ്വല്പം നമ്മൾ റൈറ്റിലോട്ട് ആക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ ഒരുപാട് അങ്ങോട്ട് റൈറ്റിലോട്ട് പോകരുത്. അതിനുശേഷം നമുക്ക് ലെഫ്റ്റ് സൈഡ് കാണുന്നതനുസരിച്ച് അങ്ങോട്ട് ഒടിഞ്ഞ് കയറി വരുന്നത് കണ്ട ആ ഒടിവിന് തന്നെ കയറി വരുമ്പോൾ കണ്ട ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ അടുക്കും. അപ്പൊ റൈറ്റ് സൈഡിലോട്ട് അധികം പോകുക കേട്ടാ. ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്നത് കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അങ്ങോട്ട് പോകാൻ വണ്ടി ഒരുപാട് ലെഫ്റ്റോട്ട് അങ്ങ് ചേർന്ന് പോകും. കണ്ട കൃത്യമായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് ചേരുന്ന നിവർത്തി കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതുപോലെ എന്ത് ചെയ്യാം, വണ്ടി കറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കയറുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ലെഫ്റ്റ് സൈഡ്, കാരണം നമുക്ക് സ്പേസ് കുറവൊക്കെ ഉള്ളത് കാരണം നിങ്ങൾ ആദ്യമേ ലെഫ്റ്റോട്ടാണ് പോകേണ്ടത്. നമ്മൾ ആദ്യമേ എന്ത് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു വെക്കരുത്. കാരണം തിരിച്ചു വെക്കുന്നതുകൊണ്ട് സംഭവിക്കും, ലെഫ്റ്റ് സൈഡ് നമ്മുടെ ബാക്ക് ഭാഗം, ഫ്രണ്ട് ചിലപ്പോൾ തട്ടിയില്ലെങ്കിലും ബാക്ക് ഭാഗം എന്ത് ചെയ്യും, ഒരഞ്ഞു പോകാനും തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്വല്പം വൈഡ് ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാം, നിങ്ങൾ തിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ റോഡ് കാണുന്നതനുസരിച്ച് കണ്ടിട്ട് വേണം എന്ത് ചെയ്യാം, തിരിക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് തട്ടാതെയും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലോട്ട് അധികം പോകാതെയും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിലോട്ടാണ് എന്ത് ചെയ്യേണ്ടത്,
കൂടുതലായിട്ട് തിരിക്കാനുള്ള ലെഫ്റ്റോട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് റൈറ്റിലോട്ട് എന്ന് പറഞ്ഞാൽ അധികം ഒടിവില്ല. കാരണം ഉദാഹരണത്തിന് ഈ റൈറ്റോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റിൽ നിന്ന് നമ്മുടെ സൈഡ് ആ റൈറ്റ് സൈഡോട്ട് വരുമ്പോൾ ആ സൈഡാണ്. അപ്പൊ നമുക്ക് അധികം സർക്കിൾ രീതിയിലേ വരുന്നുള്ളൂ. അതേ സമയത്ത് നമുക്ക് ലെഫ്റ്റിലോട്ട് പോകേണ്ട റോഡിനോ നമ്മൾ ഇതിൽ ലെഫ്റ്റ് ആണ് പോകേണ്ട ഈ സൈഡും ലെഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ഒടിവ് വരുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്യും, ഈ തുടക്കക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാരും ഈ റൈറ്റിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങ് ഒടിച്ചങ്ങ് വെക്കും. അതേ സമയത്ത് ലെഫ്റ്റിലോട്ട് പോകണമെങ്കിലോ ഇങ്ങനെ മാത്രം അത് പിടിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക, ലെഫ്റ്റിലോട്ട് പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിലോട്ട് വണ്ടി പോകുന്നതും റൈറ്റ് സൈഡിലോട്ട് വണ്ടി പോകുന്ന സമയത്ത് ഈ റൈറ്റിലോട്ട് കൂടുതൽ ഒടിഞ്ഞു കൂടുതലും വരാനുള്ള കാരണം. അപ്പൊ നമുക്ക് ലെഫ്റ്റിലോട്ട് കൂടുതൽ ഒടിവും റൈറ്റിലോട്ട് ഒടിവ് കുറവുമാണ്. അപ്പൊ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു വണ്ടി കയറി നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് ടേൺ എന്നോ റൈറ്റ് ടേൺ എന്നോ ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, സ്മൂത്ത് ആയിട്ട് തന്നെ വണ്ടി തട്ടാതെ നമുക്ക് കൃത്യമായിട്ട് വണ്ടി ടേൺ ചെയ്ത് ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഞാൻ ഈ കാണിച്ചതും പറഞ്ഞതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി, വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, അതിനൊരു വീഡിയോ ചെയ്താൽ കമന്റ് ബോക്സിൽ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാം. നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.